അത് വിളിച്ച് കാണിക്കല്ലേ, ഒറ്റ മൈനയാണ്. ഈ വീട്ടിൽ കുറെ നാളായിട്ട് ഗ്രഹപ്പഴയാണ്, ഇനി അതും കൂടെ വിളിച്ച് കാണിക്കും. ഒരു തത്തമ്മ ഇരിക്കുന്നുണ്ടാ ഇല്ല അറ്റത്ത്, കണ്ടാ? കണ്ടാ തത്തമ്മ പച്ച? എവിടെ? അവന് ഓർമ്മയ്ക്കല്ലേ കുഴപ്പമുള്ളൂ. അങ്ങനെയാണല്ലോ നിങ്ങൾ പറയണത്. നടക്കാൻ കുഴപ്പമൊന്നുമില്ല, പിടിച്ചു നടത്തൊന്നും വേണ്ട, കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഏട്ടന് എന്താട്ടാ, ഞങ്ങൾ എന്തെങ്കിലും കാണിച്ച് ബോധം ഒന്ന് വരുത്താൻ നോക്കട്ടെ. ഉപകാരം ചെയ്തൊരു ഉപദ്രവിക്കാതിരിക്കും. ചേച്ചി ഇരിക്കണേ ചേച്ചി. കരയല്ലേ മോനെ. നമുക്കിതേ അവിടെ ഇങ്ങോട്ട് 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 കണ്ട കണ്ട റൊണാൾഡ്. അച്ചമ്മേ അച്ചമ്മേ, ഈ മുഖത്തോട്ട് നോക്കേ, ഇതാരാണെന്ന് പറഞ്ഞേ? ഇപ്പൊ ലിസി ചാക്കോയാ ക്ലീറ്റോ. അപ്പൊ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി ക്ലീറ്റോ? സാറാമ്മയായിട്ട് എന്താ വന്നത്? ഞാൻ റൊണാൾഡ്, ഇത് ലിസി പൊന്നൂസ് കൊടങ്ങാവളല്ലേ? ഞാൻ ക്ലീറ്റോയുടെ കൂടെ പഠിച്ചതാണ്. ഇപ്പൊ ഇവിടെ വഴുതക്കാട് സർവേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്ക് റൊണാൾഡിനെ കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ വന്നിട്ട് പറഞ്ഞു ക്ലീറ്റോയ്ക്ക് എന്തോ ഓർമ്മക്കുറവ് എന്തോ ഉണ്ട്. അപ്പൊ കൂടെ പഠിച്ചവരെ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലഞ്ച് ബ്രേക്കിന് ഇങ്ങോട്ട് ഇറങ്ങിയതാ ക്ലീറ്റോ എന്ന് കാണാൻ. നേരത്തെ ഒരു കിളിനെ കണ്ടപ്പോഴും വാതർന്നില്ലല്ലോ. നോക്കിയേ, അൻസാർ വരുന്നു. നമ്മുടെ അൻസാർക്ക് കണ്ടാ അളിയാന്ന് വിളിക്കണണ്ടാ. എന്ത് പറ്റി? എന്താ? എന്റെ ജഗതിയിലുള്ള ഗോഡൌണിൽ നിന്ന് ലോറി ചരക്കം കൊണ്ട് വരായിരുന്നു. എന്റെ കയ്യിൽ കാശില്ലായിരുന്നു. പൈസ തരാമെന്ന് പറഞ്ഞ പാർട്ടി മുങ്ങിക്കളഞ്ഞു. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ക്ലീറ്റോ സാർ അതുവഴി വന്നത്. എനിക്ക് 1 ലക്ഷം രൂപ ഒന്ന് സഹായിച്ചു. 1 ലക്ഷം രൂപ. 1 ലക്ഷം? 1 ലക്ഷം ആള് മാറിപ്പോയി തന്നെ സാറേ. ഇത് ഞങ്ങളുടെ പാർട്ടി ഫണ്ടാണ്. അപ്പൊ കൂടെ സാറ് ക്ലീറ്റോയെ സൂക്ഷിക്കാപ്പിച്ച പൈസ അത് അടിച്ച് ഫിറ്റായിട്ട് വെളിവില്ലാതെ അശോകൻ എടുത്തു കൊടുത്തു. അശോകൻ ആയതുകൊണ്ട് പൈസ തിരിച്ചു കിട്ടി. വേറെ വല്ലവരും ആണെങ്കിലാ രാവിലെ ആയപ്പോ ഒരു ഓർമ്മയില്ല ആർക്ക് കൊടുത്തു. സത്യമാണ് സാറേ. ഉത്തരവാദിത്ത ഭേദം വേണ്ടടാ. ഉത്തരവാദിത്തം വന്നൊരു സാധനം വേണം നമുക്ക്. അപ്പൊ അതാണ് കാര്യം. അപ്പുക്കുട്ടൻ സാറ് നിർത്താതെ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ കരുതി സ്നേഹം കൊണ്ടാന്ന്. ആ മനുഷ്യന്റെ പൈസ എടുത്തല്ലേ കണ്ടവന് കൊടുത്തത്. അയ്യോ സാറിനൊന്നും പറയല്ലേ. എന്നൊക്കെ വലിയ ഉപകാരമാണ് സാറ് ചെയ്തു തന്നത്. ആ സമയത്ത് 1 ലക്ഷം രൂപ തന്നത് എനിക്ക് വളരെ ഉപകാരമായി. അത് തിരിച്ചേൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇതാ സാർ പൈസ. മേടിച്ചോ. ശരി അപ്പൊ ഞാൻ പോയിക്കോട്ടെ. ശരി അല്ലയാ, പൈസ കിട്ടിയപ്പോ ഓർമ്മ വന്നോ അല്ലയാ? വന്നോളൂ. ആ ശരി. ഇപ്പൊ കാര്യം മനസ്സിലായി എന്താണെന്ന്. എന്നാ ലിസി മാഡം ഇനിയിപ്പോ ലഞ്ച് ബ്രേക്കിന് കഴിയുമ്പോഴത്തേക്ക് ശരി എന്നാ. കാര്യം മനസ്സിലായല്ലോ. അപ്പുക്കുട്ടൻ സാറ് 1 ലക്ഷം രൂപ പാർട്ടി ഫണ്ട് കൊടുത്തു. അതും കയ്യിൽ വെച്ചിട്ട് മൂക്കറ്റം കുടിച്ച് ബോധമില്ലാതെ ഈ പൈസ എടുത്ത് ഏതോ ഒരുത്തരം കൊടുത്തു. അത് ആർക്കാണ് കൊടുത്തെന്ന് അറിയാൻ നേരം വെളുത്തം ഉടനെ അമ്നേഷ്യ. അത് കേട്ടിട്ട് ബോധമില്ലാത്തൊരുത്തരെന്ന് പറഞ്ഞ് അവനെ പിടിച്ചോണ്ട് നടത്താനും പൂ കാണിക്കാനും കാ കാണിക്കാനും കുറെ വാഴകൾ, അതിന്റെ കൂടെ ഒരു മരക്കഴുത കൂട്ടുകാരി വിളിച്ചോണ്ട് നിൽക്കുന്നത്. ചിന്തിച്ച പോരടി. ഇത് വെറുതെ കടലാസ്. എടാ നിനക്ക് ക്ലീറ്റോ കൊറേ പൈസ തരാനല്ലേ, പിടിച്ചോ. അപ്പുക്കുട്ടൻ സാറേ പൈസ കിട്ടി, എന്റെ പാർട്ടി ഓർമ്മശക്തി തിരിച്ചു കിട്ടിയോ?